നമസ്കാരം കൂട്ടുകാരെ. 2024 പുറത്തിറങ്ങിയ അനേകം ചിത്രങ്ങളിൽ ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് അഭിനയിച്ച് പുറത്തിറങ്ങിയ ബറോസ് എന്ന 3D ചലച്ചിത്രം. ജിജോ പൊന്നൂസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ഡിഗാമാസ് ട്രഷർ എന്നതിനെ അടിസ്ഥാനമാക്കി കലവൂർ രവികുമാർ ഡയലോഗ്സ് എഴുതിയ ചലച്ചിത്രം ആന്റണി പെരുമ്പാവൂരായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. കുട്ടികളുടെ ചലച്ചിത്രം എന്ന രീതിയിൽ നല്ല രീതിയിൽ റിവ്യൂ നേടിയെങ്കിലും ഒപ്പം ഒരുപാട് വിമർശനങ്ങളും അമിത പ്രതീക്ഷയുടെ ഭാരവും ചലച്ചിത്രത്തെ തിയേറ്ററിൽ പരാജയത്തിലേക്ക് തള്ളിവിട്ടു. എന്നിരുന്നാൽ തന്നെയും രസകരമായൊരു കഥയാണ് ബറോസിനുള്ളത്. സിനിമയുടെ ആ രസകരമായ കഥയുടെ ഒരു സംഗ്രഹം സിനിമാ കഥയിലൂടെ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് തന്നെ ഒരു നിലവറയിൽ നിന്നുമാണ്. നിലവറയിൽ തന്നെ അടക്കം ചെയ്തിരുന്ന ഭിത്തി തകർത്ത് അയാൾ വെളിയിൽ വന്നു. താൻ എന്താണെന്നോ ആരാണെന്നോ മനസ്സിലാകാത്ത ഒത്ത വണ്ണവും പൊക്കവുമുള്ള ഒരു മനുഷ്യൻ പടച്ചട്ടയണിഞ്ഞ് തല മൊട്ടയടിച്ച് താടി വളർത്തിയ രീതിയിൽ ഒരു കാവൽക്കാരന്റെ രൂപം അയാൾക്കുണ്ടായിരുന്നു. സ്വന്തം പേരയാൾ തിരിച്ചറിഞ്ഞു, ബറോസ്. ഒപ്പം ഒരു മന്ത്രവും. വിശ്വസ്തനായ ഒരു ബോധമായി ബറോസ് മാറട്ടെ എന്നുള്ള മന്ത്രം ബറോസ് സ്വയം പറഞ്ഞു. ഞാൻ ബറോസ്, ദിഗാമ തമ്പുരാന്റെ വിശ്വസ്തനായ താക്കോൽ സൂക്ഷിപ്പുകാരൻ. പുറത്തു വന്ന ബറോസ് ആകട്ടെ വീണെടുത്ത് കുടിച്ചിരിക്കാൻ തുടങ്ങി. ആ സമയത്താണ് മന്ത്രവാദത്താൽ അടക്കം ചെയ്തിരുന്ന ഒരു പാവരൂപം സംസാരിക്കാൻ തുടങ്ങുന്നത്. വോഡു എന്നായിരുന്നു ആ പാവരൂപം സ്വയം പരിചയപ്പെടുത്തിയത്. ബറോസിനൊപ്പം മന്ത്രവിദ്യകളാൽ അടക്കം ചെയ്ത് പാവക്കുട്ടി ബോധമായി മാറുന്ന ബറോസിനെ ഗൈഡ് ചെയ്യലായിരുന്നു വോഡുവിന് വിധിക്കപ്പെട്ട കർമ്മം. കാര്യങ്ങൾ വിശദീകരിക്കാൻ വോഡുവിന് വിധിവിലക്കുകളും നിയമങ്ങളും എഴുതിയ മാന്ത്രിക ഗ്രന്ഥവുമുണ്ട്. ഒന്നും ഓർമ്മയില്ലാത്ത മനസ്സിലാവാത്ത ബറോസിന് വോഡു തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഗ്രന്ഥപ്രകാരം ബറോസ് ആ നാട്ടുകാരനെയല്ല, പറങ്കികൾ മറുനാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന അടിമകളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരുന്നു ബറോസ്. തന്റെ അമിതമായ വിശ്വസ്തത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദിഗാമ തമ്പുരാന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി മാറാൻ ബറോസിന് കഴിഞ്ഞു. നിലവിലിപ്പോൾ ദിഗാമ തമ്പുരാന്റെ നിധി കാക്കുന്ന ബോധമായും ബറോസ് മാറിയിരിക്കുന്നു. കാര്യങ്ങൾ വോഡു ബറോസിന് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കെ അവിടെ ആ നിലവറയിലേക്ക് ആരൊക്കെയോ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ശിപായി സംഘവും അവരുടെ നേതാക്കളും. അന്നത്തെ ഗ്രഹണത്തിനു മുമ്പ് നിധി അപകടത്തിലാവുമെന്നും സംരക്ഷിക്കണം എന്നും വോഡു ബറോസിനോട് പറഞ്ഞു. നിലവറയ്ക്കകത്തേക്ക് കടന്നുകയറി നിധി മോഷ്ടിക്കാൻ ശ്രമിച്ചവരെ അതോടെ ബറോസ് എതിരിടുകയാണ്. ബോധമായതുകൊണ്ട് ബറോസിനെ ആർക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് കടന്നുകയറിയിരുന്നവരിൽ പ്രധാനികൾ പണ്ട് ഡിഗാമ തമ്പുരാന്റെ തന്നെ അനുയായികളായിരുന്ന മെൻഡോസയും മസാവനയുമായിരുന്നു. ബറോസ് അവരെ തിരിച്ചറിയുന്നുണ്ട്. അവരെ ആക്രമിച്ച് ഭയപ്പെടുത്തി ബറോസ് ഓടിച്ചു. ഭൂതം പുറത്തു വന്നിരിക്കുന്നു എന്നവരും മനസ്സിലാക്കിയിരുന്നു. അവർ ഭയന്നോടി. ബറോസിന് നിലവറ വിട്ട് പുറത്തിറങ്ങാൻ അനുവാദമുണ്ടായിരുന്നില്ല. കാൽ ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. വോഡു തന്നെ ബറോസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. പുറത്തു പോകുന്ന അവർ തന്നെ നാട്ടുകാരെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ബോധിപ്പിച്ചോളും. ബറോസിന് അപ്പോഴും താനൊരു ബോധമാണ് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വോഡു ബറോസിന് കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചു കൊടുത്തു. ബറോസിനെ കണ്ണാടിയിൽ നോക്കിപ്പിച്ചു. ബറോസിന് പോലും തന്റെ രൂപം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ നിമിഷത്തിൽ ബറോസിനത് ഓർമ്മ വന്നു. തന്റെ മേൽ മന്ത്രവാദം ചെയ്യപ്പെട്ട ആ ദിവസത്തെപ്പറ്റി നടന്ന കാര്യങ്ങളോർത്ത ബറോസിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരിറ്റു. അതൊരു വജ്രക്കല്ല് പോലായി മാറി. കഥ അവിടെ നിന്നും ഇന്നിലേക്ക് പോരുന്നു. ഗോവയിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുകയാണ്. ഗ്ലോബൽ ലെവലിലുള്ള വലിയൊരു ഫംഗ്ഷനാണ്. ഗോവയിലെ പഴയ ഡിഗാമ തമ്പുരാന്റെ കൊട്ടാരം ലേലത്തിൽ വെക്കപ്പെടുന്നുണ്ടായിരുന്നു. അതൊരു കസിനോവായി കൺവേർട്ട് ചെയ്യാനാണ് ഏവരുടെയും പദ്ധതി. അതിന്റെ ലേലത്തിൽ പങ്കെടുക്കാൻ ഇൻവെസ്റ്റേഴ്സായി ഒരുപാട് പേർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു റോൺ മാധവ് എന്നുപേരുള്ള ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിന്റെ മകൾ ലിസയും അദ്ദേഹത്തിനൊപ്പം തന്നെ ഗോവയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവരെ സ്വീകരിക്കാൻ അവിടെ രാജ്യത്തിന്റെ പഴയ ഡിപ്ലോമാറ്റായിരുന്ന സൂസൻ മാത്യു എന്നു പേരുള്ള ഒരു ലേഡിയും എത്തിച്ചേർന്നിരുന്നു. ഇംഗ്ലണ്ടിൽ ഡിപ്ലോമാറ്റായി വർക്ക് ചെയ്യുന്ന സമയത്ത് റോണിന്റെ ഗാർഡിയനായിരുന്നു സൂസൻ. റോണിനെ സൂസൻ വെൽക്കം ചെയ്തു. ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങാൻ മടിച്ച് ഇസപ്പോഴും ഹെലികോപ്റ്ററിൽ തുടരുകയായിരുന്നു. അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റർ മീറ്റിൽ പങ്കെടുക്കാനെത്തിയതൊന്നും ഇസയ്ക്കത്ര താല്പര്യമായിട്ടില്ല. വളരെ കുറുമ്പിയായ, സ്കൂളിൽ പലപ്പോഴും കൂട്ടുകാർക്കൊപ്പം കുസൃതികൾ ഒപ്പിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇസ. അതിന്റെ പേരിൽ സ്കൂൾ ഇസയ്ക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂട്ടുകാരികളുടെ മെസ്സേജ് കണ്ട് കുറച്ച് അസ്വസ്ഥയായ അവൾ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ചാടിയിറങ്ങി. അവൾ ഇറങ്ങിയതും ഹേരി ബിബിലാവ എന്ന് വിളിക്കപ്പെടുന്ന കാലചക്രം തിരിയാൻ തുടങ്ങിയിരുന്നു. സ്റ്റെക്കായി നിന്നിരുന്ന ഹേരി ബിബിലാവ വീണ്ടും കറങ്ങാൻ തുടങ്ങിയതും അത് വോഡു തിരിച്ചറിയുന്നുണ്ട്. ഹേരി ബിബിലാവയിലെ സർപ്പങ്ങൾ ചലിച്ചു തുടങ്ങി എന്ന് വോഡു പറഞ്ഞതും ബറോസിന്റെ തലയിനുള്ളിലേക്ക് ദുർമന്ത്രവാദം വഴി കയറ്റപ്പെട്ട സർപ്പങ്ങളും അനങ്ങുന്നുണ്ടായിരുന്നു. അതിനർത്ഥം സ്വത്തിന്റെ അനന്തരാവകാശി
പാർട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണെന്ന് വൂഡു ബറോസിനെ അറിയിച്ചു. ഇന്ന് ചാന്ദ്ര പൗർണമിയാണ്. എനിക്കും നിനക്കും നമ്മുടെ കർമ്മം ആരംഭിക്കാൻ നേരമായി, വൂഡു പറഞ്ഞു. മുമ്പ് ബറോസിന്റെ ഒരു കണ്ണുനീർ വജ്രം പോലായി മാറിയിരുന്നല്ലോ. അത് തീർക്കുന്ന വെളിച്ചം അനന്തരാവകാശിയെ നിലവറയിലേക്ക് എത്തിക്കും എന്നും വൂഡു വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ഓപ്ഷൻ നടക്കുന്നിടത്തേക്ക് സൂസനും റോയും മകൾ ലിസയുമടക്കം വന്നെത്തുകയായിരുന്നു. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ചുറ്റുഭാഗത്തെ ജനങ്ങളും ചേരി നിവാസികളുമാണ് പ്രധാനമായും പ്രതിഷേധത്തിലുള്ളത്. കാസിനോ വരുന്നതിനെ എതിർക്കുന്നവരായിരുന്നു അവർ. അത്തരത്തിൽ പഴയ മ്യൂസിയമായി പ്രവർത്തിക്കുന്ന ദിഗാമ തമ്പുരാന്റെ കൊട്ടാരമൊക്കെ പൊളിക്കപ്പെട്ട് അവിടെ പുതിയ കാസിനോ വന്നാൽ അവരുടെ ഇടമടക്കം അവരുടെ തൊഴിലടക്കം ബാധിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ടായിരുന്നു കനത്ത പ്രതിഷേധം അവർ നടത്തിയിരുന്നത്. പ്രതിഷേധക്കാർക്കെതിരെ റോയ് വിമർശനത്തോടെ സംസാരിച്ചു. ഇസയാണെങ്കിൽ പ്രതിഷേധക്കാരെയൊക്കെ കണ്ട് കൗതുകത്തോടെ ഇരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ പ്രതിഷേധ നോട്ടീസുമായി അവൾക്കടുത്തെത്തിയ സ്മാർട്ടായ ഒരു പയ്യനെ അവൾക്കിഷ്ടപ്പെട്ടു. ദിഗാമ തമ്പുരാന്റെ പഴയ കൊട്ടാരം ഇപ്പോൾ മ്യൂസിയമായി സൂക്ഷിക്കപ്പെടുന്നു. ആ കൊട്ടാരം തകർത്ത് അവിടായിരുന്നു കാസിനോ വരുന്നത്. അതിന്റെ പ്രോഗ്രാം പ്രസന്റേഷൻ നടന്നുകൊണ്ടിരിക്കെ അവിടെ ഇരുന്ന് ഇസയ്ക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റി ഓഫീസർ സുബ്രഹ്മണ്യത്തിന്റെ കണ്ണുവെട്ടിച്ച് ഇസ പുറത്തേക്കിറങ്ങി മ്യൂസിയത്തിനകത്തേക്ക് കടന്നു. മ്യൂസിയത്തിനകത്ത് ക്യൂറേറ്റർ കൂടിയായ കൊട്ടാരത്തിലെ പഴയ സ്റ്റോർ കീപ്പറായിരുന്ന മാൻഡോസയുടെ പിൻതലമുറക്കാരൻ പുതിയ തലമുറയിലെ മാൻഡോസ വന്നെത്തിയ ടൂറിസ്റ്റുകൾക്കും മറ്റും ഓരോന്നും വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ നിലച്ചുപോയ കാലചക്രത്തെപ്പറ്റിയും അയാൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് എത്തിയ ഇസയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവിടുത്തെ ചിത്രങ്ങളും അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്ന ആഭരണങ്ങളും ഒക്കെയും കാണുന്നുണ്ട്. മെൻഡോസ വീണ്ടും കൂടുതൽ വിശദീകരിച്ചു പറഞ്ഞു. നായക്കിന്റെ ആർമിയെ ഭയന്ന് ഡിഗാമ ഇവിടം വിട്ടോടിയപ്പോൾ അന്ന് നിലച്ചതാണ് ഹേരി ബിബിലാവ എന്ന കാലചക്രം. അവിടെ വെച്ച് ദിഗാമ പ്രഭു മകൾക്ക് സമ്മാനിച്ച അതിമനോഹരമായ കമ്മലുകളിലൊന്നും പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. ഇസ അത് നോക്കിക്കണ്ടു. അതിന്റെ ജോഡിയിൽ ഒന്നു മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മറ്റൊന്നിപ്പോഴും നിലവറയ്ക്കുള്ളിലാണ്. മെൻഡോസ് അങ്ങനെ തുടരുമ്പോഴാണ് ചോട്ട എന്ന പയ്യൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. മുമ്പ് സ്മാർട്ട് പയ്യനായി ഇസയ്ക്ക് തോന്നിയ അതേ പയ്യൻ ആന്റി തന്നുവിട്ടതാണ് എന്ന് പറഞ്ഞൊരു കുറിപ്പ് അവൻ മെൻഡോസയ്ക്ക് കൊടുത്തു. മെൻഡോസ അവനോട് പുറത്തു പോവാൻ പറഞ്ഞു. മെൻഡോസയൊന്ന് കളിയാക്കിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങുന്നുണ്ട്. അവനിൽ കൗതുകം തോന്നി. ഇസയും പിന്നാലെ ചെന്നു. അവനോട് സംസാരിച്ച് അവനെ പരിചയപ്പെട്ടു. അവന്റെ കൂടെ ചുറ്റിക്കറങ്ങാനും അവന്റെ ചേരി കാണാനും കൗതുകം തോന്നി. ഇസ അവനൊപ്പം പുറപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് നിങ്ങൾക്കവിടെ കാസിനൊന്നും പറയാൻ പറ്റില്ലെന്നും കൊട്ടാരത്തിനകത്ത് ബോധമുണ്ടെന്നും ബോധം അച്ഛനെയും മകളെയും ഇല്ലാതാക്കി കളയും എന്നൊക്കെ ചോട്ട ഇസയോട് പറയുന്നുണ്ട്. ഇസയാണെങ്കിൽ അതൊക്കെ തമാശ രീതിയിലായിരുന്നു കേട്ടിരുന്നത്. മറുവശത്ത് ചോട്ടയുടെ ആന്റിയുടെ മെസ്സേജ് കിട്ടിയിരുന്ന മെൻഡോസയാകട്ടെ മ്യൂസിയത്തിനകത്ത് കടന്ന് ഒരു പെട്ടിയിൽ നിന്നും മുമ്പ് വരച്ചൊരു ചിത്രമെടുക്കുകയായിരുന്നു. യാത്രയിലായിരുന്ന ഇസ ചോട്ടയോട് വീണ്ടും ചോദിച്ചു, മ്യൂസിയത്തിനകത്ത് വെച്ച് അയാൾക്കെന്താ കൊടുത്തത്? അതാരോടും പറയാൻ പാടില്ലാത്തതാ. നമ്മൾ ഫ്രണ്ട്സായും കൊണ്ട് പറയാം. അത് കുറച്ച് മന്ത്രത്തകടും കുറച്ച് കാര്യങ്ങളുമൊക്കെയാ. എന്റെ ആന്റി തന്നുവിട്ടതാ. ആന്റി മന്ത്രവാദിനിയാ. ഞങ്ങൾ ആഫ്രിക്ക എന്നുള്ള മസക്കാര വംശക്കാരാ. ചോട്ട അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോ മറുവശത്ത് കാലചക്രത്തിനടുത്തെത്തിയിരുന്ന മെൻഡോസ അത് വർക്ക് ചെയ്തു തുടങ്ങിയത് അതിശയത്തോടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ചോട്ടയുടെ ആന്റിയെപ്പറ്റി കേട്ട് കൂടുതൽ കൗതുകം തോന്നിയ ഇസയാകട്ടെ ആന്റിയെ കാണാൻ ചേരിയിലേക്ക് പുറപ്പെട്ടു. അവിടത്തെ മന്ത്രവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ചോട്ടയുടെ ആന്റിയെ അവരിരുവരും ജനലിലൂടെ മറന്നു നോക്കി കണ്ടു. പെട്ടെന്ന് തിരിഞ്ഞ ആന്റി ഇസയെ കണ്ടിരുന്നു. നീ വന്നുവല്ലേ, നിന്നെ ഞാനാ ഇവിടെ എത്തിച്ചത് എന്ന് ആന്റി പറയുന്നുണ്ടായിരുന്നു. ഇസയും ചോട്ടയും അത് കണ്ട് ഭയന്ന് അവിടെ നിന്നോടി. അവർ ചേരിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും മെൻഡോസ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. മെൻഡോസ ചോട്ടയുടെ ആന്റിയുടെ അടുത്തെത്തി. അവരിരുവരും ഇസയുടെ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇസയെ വരുത്തിയത് താനാണ് എന്ന് ചോട്ടയുടെ ആന്റി പറഞ്ഞു. ഹേരി ബിബിലാവ കറങ്ങിത്തുടങ്ങിയ കാര്യം മെൻഡോസ അറിയിക്കുന്നുണ്ടായിരുന്നു. മെൻഡോസ മ്യൂസിയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ചിത്രം ആന്റിയെ കാണിച്ചു. അതിലുണ്ടായിരുന്നത് ഇസയുടെ തന്നെ രൂപമായിരുന്നു. നമ്മുടെ പദ്ധതികൾ നടക്കാൻ അവൾ നിലവറയിൽ പ്രവേശിക്കണമെന്നും അവളെ മുൻനിർത്തി അതിനു മുമ്പ് ഭൂതത്തെ പുറത്തിറക്കണമെന്നും പുറത്തുവെച്ച് ഭൂതത്തെ തളയ്ക്കണം എന്നും ആന്റി പറയുന്നുണ്ടായിരുന്നു. അത് സാധ്യമാണോ എന്ന മെൻഡോസയുടെ ചോദ്യത്തിന് പൗർണമിക്ക് മുമ്പ് ഭൂതത്തെ പുറത്തിറക്കാൻ സാധിച്ചാൽ തന്റെ വംശത്തിന്റെ ശക്തി കൊണ്ട് തളയ്ക്കാൻ സാധിക്കും എന്നും ആന്റി വ്യക്തമാക്കുന്നുണ്ട്. ചോട്ടയുടെയും ആന്റിയുടെയും വംശമായ മസക്കാരോ വംശം തന്നെയായിരുന്നു ബറോസിനെ ഭൂതമാക്കി മാറ്റാനുള്ള കർമ്മങ്ങളടക്കം പണ്ട് നടത്തിയതും മെൻഡോസ അക്കാര്യം സൂചിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കപ്പെടുന്ന നിധിയിൽ തനിക്ക് അവകാശമുണ്ട് എന്ന് ആന്റി പറഞ്ഞു. തനിക്കും അവകാശമുണ്ട് എന്നായിരുന്നു മെൻഡോസയുടെ വാദം. പണ്ട് കടന്നുകയറിയ മെൻഡോസയുടെ പൂർവികരെ കള്ളന്മാരായി ഏവരും മുദ്രകുത്തിയിരുന്നു. അതിന്റെ ഒരു വെറിയും അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ഇസ അങ്ങനെ ചേരിയിൽ പോയതിനെ പറ്റി പറഞ്ഞ് അച്ഛനടുത്തുനിന്ന് ഇസയ്ക്ക് കുറ്റപ്പെടുത്തലുകൾ ലഭിച്ചു. ഇസയുടെ അമ്മ മരണപ്പെട്ടു പോയതാണ്. പക്ഷേ ഇസയ്ക്ക് ചേരിയിലെ ജനങ്ങളോട് എമ്പതിയാണെന്നും അതങ്ങനെ ഒരു മോശം കാര്യമാകും എന്നുമൊക്കെ
സൂസൻ അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. പാത്രം പൊട്ടിച്ച് അത് കൂട്ടിച്ചേർക്കുന്ന തരം വിനോദമായിരുന്നു ഇസയ്ക്കുണ്ടായിരുന്നത്. അതിനെ അടക്കം റോയ് വിമർശിച്ചപ്പോ അറിയാതെ അവളുടെ കയ്യിൽ നിന്ന് പാത്രം വീണതായിരിക്കും എന്ന് പറഞ്ഞ സൂസൻ ഇസയെ സപ്പോർട്ട് ചെയ്തു. ഇസ പൊട്ടിയ പാത്രം യോജിപ്പിക്കുന്ന തന്റെ വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ബറോസിന്റെ കണ്ണുനീർ തീർത്ത കല്ലിൽ നിന്നുള്ള തെളിച്ചം വഴികാട്ടിയായി അവളെ തേടി എത്തിയിരുന്നു. ആ തെളിച്ചം പിന്തുടർന്ന് മ്യൂസിയത്തിനകത്തേക്കും ഇസ എത്തിച്ചേർന്നു. ഒടുവിൽ നിലവറ വാതിലിന്റെ മുമ്പിലേക്കും അവൾ എത്തിയതും നിലവറ വാതിൽ തുറക്കപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട സ്റ്റെപ്പുകളിലൂടെ അവൾ താഴേക്കിറങ്ങി. ബറോസ് അതൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. നിലവറക്കോട്ടയ്ക്കകത്തേക്ക് കടന്ന ഇസയാകട്ടെ പ്രധാന കവാടത്തിന് മുമ്പിലെത്തി. വാതിൽ തുറക്കാനുള്ള ശക്തിയടക്കം ഇസയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. നിലവറയുടെ പ്രധാന വാതിൽ ഇസ തുറക്കാൻ ആരംഭിച്ചതും ബറോസിന്റെ കാലിലെ ചങ്ങലകളടക്കം അഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ഇസയ്ക്ക് പക്ഷേ നിധി സൂക്ഷിക്കുന്ന മുറിയിലേക്ക് കടക്കാൻ സാധിച്ചില്ല. വാതിൽ തുറന്നതും ഒരു കരിമ്പൂച്ച അവളുടെ നേരെ ചാടി വീണു. ഭയന്നി അവൾ തിരികെയോടി. നടന്ന കാര്യങ്ങൾ വെച്ച് ഗ്രന്ഥത്തിലുള്ള കാര്യം വൂഡു വിശദീകരിച്ചു. നിലവറയിൽ ആദ്യം വെളിച്ചം നിറയും, ഭൂതത്തിന്റെ കാലിലെ ചങ്ങലകൾ അഴിയും, നമ്മുടെ നീണ്ട കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുന്നു. ഭൂതത്തിനു മുമ്പിൽ എപ്പോഴും അടയ്ക്കപ്പെട്ടിരുന്ന വാതിൽ തുറക്കപ്പെട്ടിരുന്നു. അത് കണ്ടതും ബറൂസ് ചിന്തിച്ചത് തന്റെ തമ്പുരാൻ ഡിഗാമ തമ്പുരാൻ തിരികെ വരുന്നതായും അദ്ദേഹം വീണ്ടും അധികാരത്തിനായി എത്തുന്നതായുമായിരുന്നു. അദ്ദേഹം പുറപ്പെട്ട ശേഷം ഒരു മാസമേ പിന്നിട്ടിട്ടുള്ളൂ എന്നായിരുന്നു ഭൂതമായി മാറിയ ബറോസ് അപ്പോഴും ചിന്തിച്ചിരുന്നത്. അത് കണ്ട് വൂഡു പറഞ്ഞു, പാവം യജമാനനോടുള്ള കൂറു കാരണം കാലം കടന്നുപോയതൊക്കെ മറന്നുപോയിരിക്കുന്നു. ബന്ധിപ്പിക്കപ്പെട്ട മുറിയിൽ നിന്ന് നിലവറയിൽ നിന്ന് ബറോസ് പുറത്തേക്ക് ചാടി. വൂഡു വിളിച്ചു പറഞ്ഞു, ബറോസെ പുറത്തു പോവരുത്, പുറത്തുനിന്ന് തട്ടിയെടുക്കാൻ ആളുകളുണ്ട്. പുറത്തേക്കിറങ്ങിയ ബറോസിനെ തടയുവാൻ വൂഡു പിന്നാലെ ചെന്നു. അപ്പോഴാണ് അവിടെ വീണ് കിടന്ന ഇസയുടെ മൊബൈൽ ഫോൺ വൂഡുവിന് കിട്ടുന്നത്. കൃത്യം ആ സമയം കറങ്ങിത്തുടങ്ങിയ കാലചക്രം ഒന്ന് നിലയ്ക്കുകയും ചെയ്തിരുന്നു. പുറത്തേക്കിറങ്ങിയ ബറോസ് കാലഘട്ടത്തിന്റെ മാറ്റം കണ്ടു. പുറത്തു നടക്കുന്ന ആഘോഷങ്ങൾ കണ്ടു. ഡിഗാമയുടെ പ്രച്ഛന്ന വേഷധാരിയെ കണ്ട് പഴയ കാര്യങ്ങളുടെ ഓർമ്മകൾ ബറോസിന്റെ ഉള്ളിലേക്ക് ഓടി വന്നു. ബറോസ് എന്ന ഡിഗാമയുടെ വിശ്വസ്ത സേവകനായിരുന്നു. ആ സമയത്താണ് ഡിഗാമയുടെ കോട്ട ആക്രമിക്കപ്പെടുന്നത്. 3 കപ്പലുകളെടുത്ത് അവിടം വിട്ട് രക്ഷപ്പെട്ടു പോകുവാൻ ഡിഗാമ തീരുമാനിച്ചിരുന്നു. വലിയ സായുധ പടയുമായെത്തി തിരിച്ചടിക്കുമെന്നും വിജയം നേടുമെന്നും ഏവരോടും അന്ന് ഡിഗാമ പറഞ്ഞിരുന്നു. പോകുന്നതിനു മുമ്പ് ചെങ്കോൽ ഡിഗാമ ബറോസിനെ ഏൽപ്പിച്ചു. താൻ തിരിച്ചു വരുന്നവരെ ഇത് സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. സ്വത്തുക്കൾ മുഴുവൻ ബറോസിന്റെ നേതൃത്വത്തിൽ ഉടനടി നിലവറയിലേക്ക് മാറ്റപ്പെട്ടു. ചെങ്കോലും അവിടെ സൂക്ഷിക്കപ്പെട്ടു. നടന്നതൊക്കെയും തിരിച്ചറിഞ്ഞിരുന്ന ബറോസിന് വൂഡുവെന്ന് വിളിച്ചപ്പോഴായിരുന്നു ബോധം തെളിഞ്ഞത്. ബറോസ് നിധി കാക്കാൻ തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ടുകളായിരിക്കുന്നു. വർഷം 2000 പിന്നിട്ടു. ഡിഗാമയോടുള്ള കൂറ് കാരണം താനൊക്കെയും മറന്നിരിക്കുകയാണ്. ബറോസിന്റെ ഓർമ്മകൾ തന്റെ പഴയ സുവർണ കാലഘട്ടത്തിലേക്ക് പോയി. ഡിഗാമ തമ്പുരാന്റെ വിശ്വസ്ത സേവകനായി കൊട്ടാരത്തിൽ കഴിഞ്ഞ സമയം ഏവരുടെയും പ്രിയങ്കരനായിരുന്നു ബറോസ്. പ്രത്യേകിച്ചും ഡിഗാമയുടെ മകൾ ഇസബെല്ലയുമായി അത്രമേൽ അടുത്തയടുപ്പം ബറോസിനുണ്ടായിരുന്നു. ബറോസ് പാപ്പ എന്നായിരുന്നു ഇസബെല്ല ബറോസിനെ വിളിച്ചിരുന്നത് പോലും. ഓർമ്മകളിൽ ബറോസ് വേദനിക്കുന്നുണ്ടായിരുന്നു. അവരാരും ഇനി തിരിച്ചു വരില്ലല്ലോ എന്ന് ബറോസ് വിഷമിച്ചു. വൂഡു ബറോസിനടുത്തു ചെന്ന് പറഞ്ഞു, താൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, താനൊരു കർമ്മം മാത്രമാണെന്ന് ഓർക്കുക. ഡിഗാമ പറഞ്ഞ പോലെ നിധി കാത്തു സൂക്ഷിച്ച് അനന്തരാവകാശി വന്നുകഴിഞ്ഞാൽ അരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ താക്കോൽ കൂട്ടം അങ്ങ് കൈമാറുക. അതുമാത്രമാണ് ബറോസിന്റെ ദൗത്യം. ബറോസിനെയും കൂട്ടിക്കൊണ്ട് വൂഡ് വീണ്ടും നിലവറയിലെത്തി. ഗ്രന്ഥം പരിശോധിച്ചു പറഞ്ഞു, ബറോസെ, നീ ബോധമായി കഴിഞ്ഞ് 4 നൂറ്റാണ്ടിനു ശേഷമുള്ള ചന്ദ്രപൗർണമി അതിന്നലെയായിരുന്നു. ഇന്നലെ ഡിഗാമ പരമ്പരയിൽപ്പെട്ട ആരോ ഈ നിലവറയിലെത്തിയിരുന്നു. 13ാം തലമുറയിലെ 13 വയസ്സുള്ള പെൺകുട്ടി. വൂഡുവിന്റെ കയ്യിൽ കിട്ടിയിരുന്ന ഇസയുടെ ഫോൺ ബറോസിന്റെ കയ്യിലെത്തിയിരുന്നു. ബറോസ് ആ ഫോണിലെ ചിത്രത്തിലേക്ക് നോക്കി. വൂഡു തുടർന്നു പറഞ്ഞു, ഇനി 3 നാളുകൾക്കുള്ളിൽ പൗർണമിയുടെ പ്രഭമായും അതിനുള്ളിൽ നീ നിധി അതിന്റെ അവകാശിക്ക് കൈമാറണം. അതിനു മുമ്പ് നിധി നീ കൊടുത്തില്ലെങ്കിൽ ലോകാവസാനം വരെ നീയും ഞാനും ഇവിടെ ചുറ്റിത്തിരിയേണ്ടി വരും. പക്ഷേ അതത്ര എളുപ്പമല്ല. നിധി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ദുഷ്ടശക്തികൾ കാണും. അവരതിന് ആഭിചാര ക്രിയകളും ചെയ്യും. ഇപ്പോൾ തന്നെ നിലവറയുടെ വാതിൽക്കൽ വരെ വന്ന പെൺകുട്ടി ഇങ്ങനെ തിരിച്ചു പോകാൻ കാരണമെന്താണ് അറിയാമോ? ഈ ആഭിചാര ക്രിയകളിൽ നിന്നും പുറത്തു വന്ന ദുരാത്മാക്കൾ തന്നെ. ഗ്രന്ഥത്തിൽ അതിന്റെ സൂചനയുണ്ട്. വൂഡു പറഞ്ഞ കാര്യങ്ങൾ ബറോസ് കേട്ടിരുന്നു. എന്റെ തമ്പുരാന്റെ അവകാശിയെ കണ്ടെത്തി താൻ നിലവറയിലെത്തിക്കും എന്നായിരുന്നു ബറോസിന്റെ മറുപടി. വൈകാതെ അനന്തരാവകാശിയെ കണ്ടെത്താൻ വൂഡുവിനെയും കൂട്ടിക്കൊണ്ട് ബറോസ് പുറപ്പെട്ടു. കാസിനോ പണിയാൻ വന്നവർ താമസിക്കുന്ന ഇടത്തേക്കായിരുന്നു അത്. ഭൂതമായതുകൊണ്ട് ബറോസിനെ മറ്റാർക്കും കാണാൻ സാധിക്കില്ല. ഡിഗാമ തമ്പുരാന്റെ അനന്തരാവകാശിക്ക് അവർക്ക് മാത്രം ബറോസിനെ കാണാൻ സാധിക്കും. അത്തരത്തിലായിരുന്നു മന്ത്രം
മാത്രം പ്രവർത്തിക്കുന്നത്. ലേലവുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് നടക്കുകയായിരുന്നു. ബറോസ് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്ന ബറോസ് തന്റെ അപ്രത്യക്ഷമായ കഴിവുകൊണ്ട് ഓരോന്ന് പ്രവർത്തിക്കുമ്പോൾ കുറേയധികം സരസമായ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കൂട്ടത്തിൽ ഇസയെ കണ്ടുപിടിക്കാനുള്ള ബറോസിന്റെ ശ്രമത്തിനിടയിൽ വേദിയിലുണ്ടായിരുന്ന മിനിസ്റ്ററുടെ കസേര ബറോസ് എടുത്തുമാറ്റി. ഇരിക്കാൻ തുടങ്ങിയ മിനിസ്റ്റർ താഴെ വീണു. ബറോസിനെ കാണാൻ പറ്റുന്ന ഇസ അത് നോക്കിക്കണ്ടിരുന്നു. ബഹളം കൂടിയതും വൂഡ് ബറോസിനോട് പുറത്തേക്ക് ഓടാൻ പറഞ്ഞു. ബറോസിനെ കണ്ട കാര്യം ഇസ വിളിച്ചു പറയുകയും അയാൾ ഓടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബറോസിന് പിന്നാലെ ചെല്ലാനും ആരംഭിച്ചു. പക്ഷേ ബറോസ് ആകട്ടെ മാന്ത്രിക ശക്തി കൊണ്ട് പല ഭാഗത്തൂടെ കയറിയിറങ്ങി ഭിത്തിക്കുള്ളിലൂടെയൊക്കെ പുറത്തു ചാടി പോകുന്നുണ്ടായിരുന്നു. ബറോസിനെ പിന്തുടർന്ന ഇസയ്ക്ക് ബറോസിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. ഇസയെ പിന്തുടർന്നിരുന്ന റോയും പരിവാരങ്ങളും സൂസനും ചേർന്ന് ഒടുവിൽ ഇസയെ കണ്ടെത്തി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവിടുണ്ടായിരുന്ന ബറോസിന് അത് കണ്ട് സന്തോഷം തോന്നിയിരുന്നു. വൂഡുവും പറഞ്ഞു, ഒടുവിൽ ഡിഗാമ തമ്പുരാന്റെ നിധിയുടെ അവകാശിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നുവെന്ന്. ഇതേസമയം മറുവശത്ത് ചോട്ടയുടെ ആന്റിയായ മരിയയും മെൻഡോസയും നിധി എങ്ങനെ കൈക്കലാക്കാം എന്നതിനെപ്പറ്റി നോക്കുകയായിരുന്നു. മ്യൂസിയത്തിൽ നിന്നും മെൻഡോസ കൊണ്ടുവന്നുകൊടുത്ത പഴയ വംശപരമ്പരയുടെ ഒരു പുസ്തകം മരിയ പരിശോധിച്ചു. അതിൽ പറഞ്ഞ പ്രകാരം ഭൂതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും വീക്ക്നെസ്സും അവന്റെ വിശ്വാസം തന്നെയാണെന്നും അത് വെച്ച് തന്നെ ഭൂതത്തെ വരുതിയിലാക്കാം എന്നും മരിയ പറയുന്നുണ്ട്. ഇസയാകട്ടെ ബറോസ് കസേര വലിക്കുന്നത് താൻ കണ്ടതാണ് എന്ന് എത്രയേറെ ആവർത്തിച്ചു പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. വീഡിയോ ദൃശ്യങ്ങളിൽ പോലും ബറോസ് പതിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഒറ്റപ്പെട്ടു. ദേഷ്യത്തിൽ അവൾ മാറി നിൽക്കുമ്പോ കടലിന് നടുവിലായി ഒരു തൂണിലിരിക്കുന്ന ബറോസിനെ അവൾ നോക്കിക്കാണുകയാണ്. ബറോസിനെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. ഇസയോട് കാര്യങ്ങൾ പറയാനും അടുക്കാനും ബറോസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇസയെ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് കടലിന് മുകളിലൂടെ നടത്തി ബറോസ് തന്റെ അടുത്തെത്തിച്ചു. ബറോസിനോട് ഇസ അപ്പോഴും ദേഷ്യത്തിലായിരുന്നു. ബറോസിനെ ചീത്ത വിളിച്ച് ഇസ സംസാരിച്ചതോടെ ബറോസ് ഇസയോട് അവൾ കടലിന് മുകളിലാണ് നിൽക്കുന്നത് എന്ന കാര്യം സൂചിപ്പിച്ച് ഭയപ്പെടുത്തുന്നുണ്ട്. ബറോസ് ആരാണ് എന്ന് ഇസ ചോദിച്ചപ്പോ താൻ ആരാണെന്നും ദിഗാമ തമ്പുരാന്റെ അനന്തരാവകാശിയായി അവൾക്ക് നിധി കൊടുക്കാനാണ് താൻ കാത്തിരിക്കുന്നത് എന്നും ബറോസ് അറിയിച്ചു. പക്ഷേ അതൊക്കെ അവൾ പുച്ഛിച്ചു തള്ളുകയായിരുന്നു ചെയ്തത്. ഒന്ന് പോടോ കിളവ എന്ന തരത്തിൽ അവൾ പറഞ്ഞതും ബറോസിനത് ഇഷ്ടപ്പെട്ടില്ല. പ്രായമുള്ളവരെ ഇങ്ങനെയാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ച ബറോസ് അവളെ സമുദ്രത്തിനടിയിലേക്ക് താഴ്ത്തി. അവൾ എത്തിച്ചേർന്നത് കടലിനടിയിലെ മായിക ലോകത്തിലായിരുന്നു. മാന്ത്രിക ശക്തി കൊണ്ട് അവിടുത്തെ മത്സ്യങ്ങളും മറ്റും ബറോസ് ആരാണെന്നും എന്താണെന്നും അവന്റെ കഥയെന്താണെന്നുമൊക്കെ ഇസയോട് പറയാൻ തുടങ്ങി. ഇസയാണെങ്കിൽ ഒന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിലൊരു നീരാളിയായി വന്ന് ബറോസ് പറഞ്ഞു, ഈ തിരകൾക്കും കടലിനും അപ്പുറം ഒരു ലോകമുണ്ട്. എല്ലാ നിധികാക്കും ഭൂതങ്ങൾക്കും ഒരിക്കലങ്ങോട്ടേക്ക് തിരിച്ചുപോയേ പറ്റൂ. ഈ നിധി നീ സ്വീകരിച്ചാലേ എനിക്ക് പോവാനൊക്കൂ. എന്റെ മോക്ഷം നിന്റെ ഇളം കൈകളിലാണ് ഇസബെല്ല. സമുദ്രത്തിനടിയിൽ നിന്നും ഇസ പൊന്തി വന്നപ്പോൾ എത്തിച്ചേർന്നത് ഫംഗ്ഷൻ നടക്കുന്നിടത്തെ സ്വിമ്മിംഗ് പൂളിലായിരുന്നു. ഇസയുടെ അച്ഛനും അത് നോക്കിക്കാണുന്നുണ്ട്. ഇസ നീന്തിക്കയറി ഡ്രസ്സ് മാറി വന്നു. ബറോസ് ഇസയുടെ അടുത്തെത്തിയിരുന്നു. എന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും എന്ന് പറഞ്ഞ് ഇസയെ ഒന്നുകൂടി ബറോസ് ചൊടിപ്പിക്കുന്നുണ്ട്. പിന്നാലെ ബറോസ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഇസയുടെ ഫോൺ കൊടുത്തു. ഇസയെ സ്വാന്തനിപ്പിക്കാനും അടുപ്പത്തിലാക്കാനും ബറോസ് ശ്രമിച്ചു നോക്കിയെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ ഇസയുടെ മനസ്സിലേക്ക് ഓർമ്മകൾ കൊണ്ടുവരാൻ ബറോസ് തീരുമാനിച്ചു. ഇസയെ അവൻ പൂളിലേക്ക് മന്ത്രവിദ്യയാൽ വീഴ്ത്തി. പണ്ട് നടന്ന കാര്യങ്ങൾ ഇസ തന്റെ കൺമുമ്പിലെന്ന പോലെ കണ്ടു. കോട്ട ആക്രമിക്കപ്പെട്ട ആ ദിവസം രക്ഷപ്പെടാൻ ശ്രമിച്ച ഡിഗാമയ്ക്ക് കുത്തേറ്റിരുന്നു. അദ്ദേഹം ചികിത്സയ്ക്കായി കൊട്ടാരത്തിനകത്തേക്ക് മാറ്റപ്പെട്ടു. അപ്പോഴേക്കും മകൾ ഇസബെല്ലയടക്കം ഷിപ്പിലേക്ക് കയറ്റപ്പെട്ടിരുന്നു. മരണക്കിടക്കയിലും ഡിഗാമയ്ക്ക് തന്റെ സ്വത്തുക്കൾ മുഴുവൻ കാണണം, നിധി കാണണം എന്ന തോന്നൽ വന്നു. അങ്ങനെ ഡിഗാമ നിലവറയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഡിഗാമയുടെ ജീവൻ സംരക്ഷിക്കാനും സ്വത്ത് സംരക്ഷണത്തിനും വേണ്ടി ദുർമന്ത്രവാദികളെ ഉപയോഗിച്ച് അവിടെ ഒരു പൂജാകർമ്മത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഡിഗാമയ്ക്ക് സ്വത്തുക്കൾ സംരക്ഷിക്കണം. ദുർമന്ത്രവാദത്തിലൂടെ സംരക്ഷിക്കാനാകും. പക്ഷേ ഡിഗാമ പുറപ്പെട്ട് തിരിച്ചുവരുന്നവരെയോ അനന്തരാവകാശികൾ എത്തുന്നവരെയോ അത് സംരക്ഷിക്കാൻ ഡിഗാമയുടെ വിശ്വസ്തനായൊരു സേവകൻ ബലി നൽകപ്പെട്ടേ പറ്റൂ. ദുർമന്ത്രവാദികൾ ഉണ്ടാക്കിയ ആ ഔഷധം അയാൾ കുടിക്കുകയും വേണം. ആദ്യ ഊഴം വന്നത് മസാവനയ്ക്കായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബറോസ് ഓടിക്കയറി വരുന്നത്. ദുർമന്ത്രവാദത്തിലൊന്നും ബറോസിന് വിശ്വാസമുണ്ടായിരുന്നില്ല. ബറോസ് ഇസബെല്ലയെ ഷിപ്പിലാക്കിയ കാര്യമൊക്കെ ഡിഗാമ തമ്പുരാനോട് പറഞ്ഞു. ഇതിനിടയിൽ മസാവനയാകട്ടെ മെൻഡോസയ്ക്കടുത്ത്
തന്നെ രക്ഷപ്പെടുത്താൻ പറയുന്നുണ്ടായിരുന്നു. മെൻഡോസ വിശ്വസ്ത സേവകനായ ബറോസിനെ അതിന് ചുമതലപ്പെടുത്താം, ദുർമന്ത്രവാദത്തിനിരയാക്കാം എന്ന് ഡിഗാമയെ അറിയിച്ചു. ഡിഗാമയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. ഡിഗാമയുടെ ഭാര്യ തെരേസ അത് വേണ്ടെന്നും മകൾ ഇസബെല്ല ബറോസിനെ കാത്തിരിക്കും എന്നുമൊക്കെ പറഞ്ഞെങ്കിലും ഡിഗാമ അത് ചെവികൊണ്ടില്ല. ബറോസിനോട് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹം ഉത്തരവിട്ടു. വിശ്വസ്തനായ ബറോസും അത് അംഗീകരിക്കുകയാണ്. ബറോസ് ദുർമന്ത്രവാദത്തിനിരയായി. ദുർമന്ത്രവാദത്തിനിടയിൽ ആചാരപ്രകാരം ഡിഗാമ തമ്പുരാൻ തന്നെ ബറോസിനെ പിന്നിൽ നിന്ന് കത്തികൊണ്ടു കുത്തി. അത് കണ്ട് ബറോസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. ബറോസിന്റെ മുറിവിലൂടെ 2 സർപ്പം പായിക്കപ്പെട്ടു. ബറോസിന്റെ തലയ്ക്കുള്ളിൽ അത് കുടികൊണ്ടു. ഭൂതമാവാൻ വിധിക്കപ്പെട്ട് മന്ത്രവിധികളോടെ വോഡുവിനൊപ്പം ബറോസ് ബന്ധിക്കപ്പെടുകയായിരുന്നു. പൂളിലേക്ക് വീണിരുന്ന ഇസയാകട്ടെ പൊന്തി വന്നത് നിലവറയ്ക്കുള്ളിലെ വെള്ളത്തിൽ നിന്നായിരുന്നു. അപ്പോഴേക്കും ബറോസിന്റെ കഥ മുഴുവൻ ഒരു സിനിമയിലെന്ന പോലെ അവൾ കണ്ടുകഴിഞ്ഞിരുന്നു. തന്റെ യജമാനു വേണ്ടി അത്രമേൽ വിശ്വസ്തനായി സേവനം നടത്തിയ ബറോസിനോട് ഇസയ്ക്ക് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും തോന്നി. ഇസബെല്ലയെ പോലെ ബറോസിനെ ബറോസ് പാപ്പ എന്നിസയും വിളിച്ചു. ബറോസിനോട് കാണിച്ചത് കൊടിയ ചതിയാണെന്നും തന്റെ പൂർവികർക്ക് വേണ്ടി അതിന് താൻ ബറോസിനോട് ക്ഷമ ചോദിക്കുന്നു എന്നും ഇസ പറയുന്നുണ്ട്. പക്ഷേ ബറോസ് പറഞ്ഞു, എനിക്കൊരു വിഷമവുമില്ല മോളെ. ഇസബെല്ല കുഞ്ഞ് വിളിച്ച പോലെ മോളെന്നെ ബറോസ് പാപ്പ എന്ന് വിളിച്ചല്ലോ, എനിക്ക് തൃപ്തിയായി. താൻ ഈ സ്വത്തുക്കളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇത് ചേരിയിലെ ചോട്ടയ്ക്കും ചോട്ടയുടെ ആൾക്കാർക്കും കൊടുത്താലോ എന്ന എമ്പതിയോടെ ഇസ ചോദിക്കുന്നുണ്ട്. ബറോസ് സന്തോഷത്തോടെ പറഞ്ഞു, ഈ നിധികൾ മോൾക്ക് കൈമാറൽ മാത്രമാണ് എന്റെ ദൗത്യം, ബാക്കിയൊക്കെ മോളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു വസ്തു ഇസയുടെ കയ്യിൽ കിട്ടി. അതിൽ വിഭൂതി പോലൊന്നുണ്ടായിരുന്നു. ബറോസ് അവളോട് അത് എടുക്കരുതെന്ന് പറഞ്ഞു. അത് ദുർഭൂതങ്ങളെ തടയാനുള്ള വിഭൂതിയാണ് എന്നും കൂട്ടിച്ചേർത്തു. ഇസ അത് എടുത്തെടുത്തു തന്നെ തിരിച്ചു വെക്കുന്നുണ്ട്. അധികം വൈകാതെ ബറോസിനടുക്കൽ ബറോസ് പാപ്പയ്ക്ക് വേണ്ടി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇസ ചോദിച്ചു. ബറോസ് സന്തോഷത്തോടെ തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ താക്കോൽ കൂട്ടം ഇസയ്ക്ക് കൈമാറാനൊരുങ്ങി. പക്ഷേ ഇസ അത് വാങ്ങാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അത് സ്വീകരിച്ചാൽ ബറോസ് തന്നെ വിട്ടുപോകും, അതോടെ താൻ വീണ്ടും ഒറ്റയ്ക്കാവും എന്നിസ ഭയപ്പെട്ടിരുന്നു. അതൊഴികെ വേറെന്തും താൻ ചെയ്യാം എന്നിസ ബറോസിനോട് പറഞ്ഞു. ബറോസിനും വൈകാതെ കാര്യം മനസ്സിലായി. ബറോസ് ഇസയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അച്ഛനോട് പോയി ചെയ്ത തെറ്റുകൾക്ക് മാപ്പപേക്ഷിക്കണമെന്ന്. ഇസ അതിന് സമ്മതിക്കുകയാണ്. അവൾ അവിടെ നിന്ന് പോയതും വോഡു സംസാരിച്ചു. ബറോസെ, നീ ഒരു കാര്യം ഓർത്തോ, ഇനിയാകെ ഒരു ദിവസമേയുള്ളൂ. താക്കോൽ കുട്ടം വാങ്ങാൻ വിസമ്മതിച്ച അവള് പോയത്. ബറോസ് പറഞ്ഞു, ഇസ, എന്റെ ഇസബെല്ല കുഞ്ഞിനെ പോലായാൽ മുമ്പിലെ തടസ്സങ്ങളൊക്കെ മാറും, നമ്മളെല്ലാം സ്വതന്ത്രരാവും. മറുവശത്ത് താമസിക്കുന്ന ഇടത്തെത്തിയ ഇസ അച്ഛനെ കണ്ട് അച്ഛനൊരു ബൊക്കെ കൊടുത്ത് അച്ഛനോട് ക്ഷമ പറഞ്ഞു. ആ സമയം പ്രിൻസിപ്പളിന്റെ ലെറ്ററും എത്തിയിരുന്നു. ഇസയുടെ സസ്പെൻഷൻ പിൻവലിച്ചുള്ള ലെറ്റർ ആയിരുന്നു അത്. അതിനു പിന്നിലും പ്രവർത്തിച്ചത് ബറോസ് ആണെന്ന് ഇസ വിശ്വസിച്ചു. ഇസ അന്ന് തന്റെ അച്ഛനോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. അച്ഛൻ മ്യൂസിയം സ്വന്തമാക്കണമെന്നും പക്ഷെ അത് കസിനോ ആക്കരുതെന്നും മ്യൂസിയമായി തന്നെ അത് പരിപാലിക്കണം എന്നും അവൾ ആവശ്യപ്പെട്ടു. അമ്മയ്ക്കും അതുതന്നെയായിരിക്കും ഇഷ്ടം എന്നായിരുന്നു ഇസ പറഞ്ഞത്. ഒക്കെയും ഇസയുടെ അച്ഛൻ കേൾക്കുന്നുണ്ട്. നീ നിന്റെ അമ്മയെപ്പോലെ തന്നെ സംസാരിക്കുന്നേ എന്നും അദ്ദേഹം ഇസയോടായി പറഞ്ഞു. ഇതേസമയം മറുവശത്ത് ദുർമന്ത്രവാദിയായ മരിയ നിധി തട്ടിയെടുക്കാൻ ഒരു ദുരാത്മാവിന് ജന്മം കൊടുക്കുകയായിരുന്നു. ഡിഗാമയുടെ രൂപമുള്ള ഒരു ദുരാത്മാവ്. പിന്നാലെ മെൻഡോസയ്ക്ക് മരിയ നിർദ്ദേശം കൊടുത്തു. ദുരാത്മാവിനെ നിലവറയ്ക്കകത്തെത്തിക്കാൻ താൻ തരുന്ന ദുരാത്മാവിനെ ആവാഹിച്ചിരിക്കുന്ന വസ്തു ഭൂതം പുറത്തിറങ്ങിയ നിലവറ വഴിയിൽ സ്ഥാപിക്കണം. അനന്തരാവകാശി അതിൽ ചവിട്ടി നിലവറയ്ക്കകത്തേക്ക് പോയാൽ അനന്തരാവകാശിയെ പിന്തുടർന്ന് ദുരാത്മാവിനും അകത്ത് കടക്കാൻ പറ്റും. മരിയ പറഞ്ഞ പോലെ മെൻഡോസ പ്രവർത്തിച്ചു. നിലവറയ്ക്കകത്തേക്കുള്ള തുരങ്കവാതിലിനു മുകളിൽ മരിയ കൊടുത്തുവിട്ട വസ്തു അയാൾ സ്ഥാപിച്ചു. അന്നായിരുന്നു അവസാന ദിവസം. കാസിനോയുടെ ലേലമടക്കം നടക്കുന്ന ദിവസം. ലേലം നടക്കുന്നിടത്ത് ഇസ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇസയെ മരിയ തന്റെ മന്ത്രശക്തിയാൽ സ്വാധീനിച്ച് നിലവറ വാതിലിനടുക്കലെത്തിച്ചു. നിലവറയ്ക്കകത്തും പലതും സംഭവിക്കുന്നുണ്ടായിരുന്നു. മമ്മി രൂപങ്ങൾ തുറക്കപ്പെട്ട് അവിടെ ഒരു തീപിടുത്തമുണ്ടായി. ദുരാത്മാക്കൾ പുറത്തുചാടി. വോഡു അത് കണ്ട് അപകടം വരുന്നു എന്ന് ബറോസിനെ അറിയിച്ചു. കാലചക്രമായ ഹേരി ബിബിലാവ കറങ്ങിയാലേ ഇതിനൊക്കെ പരിഹാരമുണ്ടാകൂ എന്നും വോഡു സൂചിപ്പിക്കുന്നുണ്ട്. ചെങ്കോലുമെടുത്ത് ഹേരി ബിബിലാവ കറക്കുവാൻ ബറോസ് പുറപ്പെട്ടു. ഹേരി ബിബിലാവയുടെ അടുത്തെത്തി ഹേരി ബിബിലാവയോട് സംസാരിച്ചു. ഹേരി ബിബിലാവ കറക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതേ സമയം ഇസ നിലവറയ്ക്കകത്തേക്ക് ചെല്ലുകയായിരുന്നു. അവൾ അകത്തേക്ക് കടന്നതും ദുർമന്ത്രവാദത്താൽ സൃഷ്ടിക്കപ്പെട്ട ദുരാത്മാവും അവൾക്കൊപ്പം നിലവറയ്ക്കകത്തേക്ക് എത്തിയിരുന്നു. നിലവറയ്ക്കകത്തെത്തിയ ദുരാത്മാവ് ഡിഗാമയുടെ രൂപം പൂണ്ടു. ഒപ്പം അവിടുണ്ടായിരുന്ന ദുരാത്മാക്കളെ കൂട്ടി
ഒരു പട തന്നെ സജ്ജീകരിച്ചു. ബറോസ് അപ്പോഴേക്കും കാലചക്രം തന്റെ കയ്യിലെ ചെങ്കോലുകൊണ്ട് തിരിച്ചിരുന്നു. അത് വീണ്ടും ചലിക്കാൻ ആരംഭിച്ചു. ദുരാത്മാവ് അവകാശിയായ ഇസയെ വകവരുത്താനുള്ള ശ്രമം ആരംഭിച്ചു. ബറോസിനായി ഇസ കരഞ്ഞതും ബറോസ് അങ്ങോട്ടേക്കെത്തി. നിലവറവാതിൽ അടയ്ക്കപ്പെട്ടിരുന്നു. പിന്നെ അവിടെ നടന്നത് ബറോസും ദുരാത്മാക്കളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ഡിഗാമയുടെ രൂപം കണ്ട് ആദ്യം ബറോസ് അതിൽ കബളിപ്പിക്കപ്പെട്ടിരുന്നു. ഡിഗാമയുടെ രൂപത്തിലുള്ള ദുരാത്മാവിനെ നിയന്ത്രിക്കുന്ന മരിയ ബറോസിന്റെ ശരീരത്തിൽ വാൾ കുത്തിയിറക്കി. പക്ഷേ ബറോസ് കൊല്ലപ്പെട്ടിരുന്നില്ല. അത് ഡിഗാമ തമ്പുരാനല്ലെന്നും ദുരാത്മാവാണെന്നും തിരിച്ചറിഞ്ഞതും ബറോസ് ദുരാത്മാവിനെതിരെ പടപൊരുതാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ബറോസ് താഴെ വീഴുന്നുണ്ട്. ആ സമയത്ത് ബറോസിന്റെ തലയിൽ അടക്കം ചെയ്തിരുന്ന മന്ത്രവാദത്താൽ തീർത്ത സർപ്പങ്ങൾ തലയിൽ നിന്നും ഇറങ്ങിപ്പോയി. ബറോസ് പിന്നാലെ എഴുന്നേറ്റ് ഇസയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ ദുർബോധം ഇല്ലാതായിരുന്നില്ല. മരിയ ദുർബോധത്തിന് കൂടുതൽ കരുത്തു പകർന്നു. ഞണ്ടിന്റെ കൈകിട്ടിയ ദുർബോധം അതുപയോഗിച്ച് ബറോസിനെ ആക്രമിക്കുകയും ബറോസിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്ന നിമിഷത്തിൽ ബറോസ് ഇസയെന്ന് വിളിച്ചു. ആ വിളിയുടെ അർത്ഥം ഇസയ്ക്ക് മനസ്സിലായിരുന്നു. ഇസയ്ക്കടുത്ത ആ സമയം ദുർബോധങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ട വിഭൂതി ഉണ്ടായിരുന്നു. ആ വിഭൂതിയെടുത്ത് അത് സൂക്ഷിച്ച ദണ്ടടക്കം ദുർബോധത്തിന്റെ ദേഹത്തേക്ക് ഇസ വലിച്ചെറിഞ്ഞു. അതേറ്റതും ദുർബോധം ഇല്ലാതായി മാറിയിരുന്നു. ദുർബോധത്തെ നിയന്ത്രിച്ച മരിയയും ഇല്ലാതായി. ബറോസ് അവശതയിലായി കഴിഞ്ഞിരുന്നു. ഇസ ബറോസിന്റെ അടുത്തു ചെന്നു. തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ താക്കോൽ ഏറ്റുവാങ്ങണം എന്ന് ബറോസ് ഇസയോട് ആവശ്യപ്പെട്ടു. ഇസ അപ്പോഴും ബറോസ് കൂടി ഇല്ലാതായാൽ തനിക്ക് ആരുമുണ്ടാവില്ല എന്ന് ഭയപ്പെട്ടിരുന്നു. അവൾക്കുള്ളത് അച്ഛനാണെന്നും താനടക്കം മിത്തിയാണെന്നും ബറോസ് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒടുവിൽ ബറോസിന് മോക്ഷം കൊടുക്കാൻ താക്കോൽ ഏറ്റുവാങ്ങാൻ ഇസ തീരുമാനിച്ചിരുന്നു. ബറോസിൽ നിന്ന് അവൾ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങി, നിധി ഏറ്റുവാങ്ങി. അതോടെ നിലവറവാതിൽ തുറക്കപ്പെട്ടു. മറുവശത്ത് ചലിച്ചുകൊണ്ടിരുന്ന കാലചക്രം നിർത്താൻ ശ്രമിച്ച മെൻഡോസയാകട്ടെ അവിടെ നിന്ന് തെറിച്ച് താഴേക്ക് പതിച്ചു. ബറോസിന്റെ ലോയൽറ്റിയെയും കർത്തവ്യബോധത്തെയും പ്രശംസിച്ച വോഡു തന്റെ ദൗത്യം പൂർത്തിയായതും നിയമഗ്രന്ഥത്തിനൊപ്പം കത്തിയില്ലാതായി. ഇസയുടെ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ബറോസ് പറഞ്ഞു, മറ്റൊരാളെ ഓർത്ത് ഒഴുകുന്ന കണ്ണുനീരിലും വലുതായൊരു നിധി ഈ ലോകത്തില്ല മോളെ. ഇസബെല്ല, നീയാണ് എന്റെ നിധി. ബറോസിന്റെ മുഖത്ത് അത്രമേൽ സന്തോഷമുണ്ടായിരുന്നു. ഇസയ്ക്ക് മുമ്പിൽ വെച്ച് ബറോസ് വായുവിൽ അരിഞ്ഞു ചേർന്നു. കുറേയധികം മിന്നാമിനുങ്ങുകളായി മാറി. നിലവറയുടെ ഭിത്തി തകർത്ത് മിന്നാമിനുങ്ങുകൾ ആകാശത്തേക്ക് പറന്നുയർന്നു. അന്ന് ആ നഗരം വിട്ടു പോകുമ്പോൾ ഇസയുടെ കയ്യിൽ ബറോസ് പാപ്പ കൊടുത്ത നിധിയുടെ താക്കോലുണ്ടായിരുന്നു. 12 വർഷത്തിനു ശേഷം ഇസബെല്ല അവതരിപ്പിക്കുന്ന ഒരു കൺസേർട്ടിൽ പങ്കെടുക്കാൻ അജ്ഞാതനായ ഒരു യുവാവെത്തി. ആ യുവാവിനടുത്തേക്ക് ഒരു മിന്നാമിനുങ്ങ് പറന്നടുത്തു വന്നിരുന്നു. ബറോസിന്റെ ശബ്ദം അവൻ കേട്ടു. അവനെതിരെ നിന്ന് ബറോസ് സംസാരിച്ചു. ഇസബെല്ല, പഴങ്കഥയിലെ നിധി യാഥാർത്ഥ്യമാക്കേണ്ട സമയമായിരിക്കുന്നു. അത് ഓർമ്മപ്പെടുത്തേണ്ടത് നിന്റെ കടമയാണ്. ബറോസ് അത് പറഞ്ഞതും അജ്ഞാതൻ കൈനീട്ടി. പിന്നാലെ അജ്ഞാതൻ വേദിയിലേക്ക് കയറി ചെന്നു. അതിശയത്തോടെ ഇസ അവനെ നോക്കുന്നുണ്ടായിരുന്നു. അജ്ഞാതന്റെ കയ്യിൽ ഒരു കിഴിയുണ്ടായിരുന്നു. അജ്ഞാതൻ കിഴിയുമായി കയറി ചെന്ന് അതിസയ്ക്ക് കൈമാറി. ഇസ അത് തുറന്നു നോക്കി. അതിനുള്ളിൽ നിധിയുടെ താക്കോൽ കൂട്ടമായിരുന്നു. അത് കണ്ടതും ബറോസ് പാപ്പയെ അവൾ ഓർക്കുന്നുണ്ട്. ബറോസ് പാപ്പ എവിടെ എന്നവൾ ചോദിച്ചു. അവിടെയെന്ന് കാണികൾക്കിടയിലേക്ക് അജ്ഞാതൻ കൈ ചൂണ്ടി. അജ്ഞാതനൊപ്പം ബറോസിനെ കാണുവാൻ ഇസ പുറത്തേക്ക് ഓടിയിറങ്ങി. പുറത്തെത്തിയവൾ ആകാശത്തേക്ക് പറന്നുയരുന്ന മിന്നാമിന്നി കൂട്ടത്തെ കണ്ടു. ബറോസ് പാപ്പ എവിടെയും പോയിട്ടില്ല, അവളുടെ കൂടെ തന്നെയുണ്ട് എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ബറോസ് എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.